ഭർത്താവ് മരണപ്പെട്ട ഹിന്ദു നായർ കാസ്റ്റിൽപ്പെട്ട യുവതിയാണ്. കുഞ്ഞുങ്ങളില്ല. കാരണം ഈ കുട്ടിക്ക് ഏകദേശം 33 വയസ്സ് കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടതാണ് ഭർത്താവ്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇവരുടെ കുടുംബ പശ്ചാത്തലം അത്യാവശ്യം തെറ്റില്ലാത്തതാണ്. ഒന്നും കൊണ്ടല്ല, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ അടങ്ങുന്നതാണ്. 2 പെൺകുട്ടികളും പിന്നെ 2 ആൺകുട്ടികളുമാണ്. 4 മക്കളാണ് അവർ. അത് 4 മക്കളിൽ ഈ ആൺകുട്ടികൾ ഇരട്ടകളാണ്. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പം ഭർത്താവ് മരണപ്പെടുന്ന ടൈമിന് ഈ പറയുന്ന പോലെ അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരു സഹോദരിയുടെ വിവാഹം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നെ ഈ ആൺകുട്ടികളുടെ സഹോദരന്മാരുടെയും 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. പിന്നെ അച്ഛൻ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടായിരുന്നു. അപ്പോൾ അമ്മയും ഈ പറഞ്ഞ കുട്ടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നോക്കി അതൊക്കെ എല്ലാവരും ബന്ധുക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആലോചന വേണ്ട. ഇപ്പോൾ ഡിവോഴ്സ് ആവുന്നത് പോലെയല്ല ഹസ്ബൻഡ് മരണപ്പെടുമ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ. അതുകൊണ്ടാണോ എന്നറിയില്ല, ആദ്യകാലത്തൊന്നും ആലോചന വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ സഹോദരന്മാർ അവരെല്ലാം കുടുംബമായി എല്ലാവരും വേറെ താമസിക്കുന്നു, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. പിന്നെ സഹോദരിയും കുടുംബമായി താമസിക്കുന്നുണ്ടല്ലോ. പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് പ്രായമായി വരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, കാരണം ഇനിയും വൈകിപ്പോയി കഴിഞ്ഞാൽ പ്രായം കൂടി പോവുകയല്ലേ. അതുകൊണ്ട് തന്നെ അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഭാര്യ മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ ആദ്യ വിവാഹത്തിലുള്ളതോ ആണെങ്കിലും സാരമല്ല, അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്നുള്ള ആലോചനകളാണ് നോക്കുന്നത്. ഈ ഒരു ആലോചനയിൽ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ആലോചനകൾ ഈ ഒരു രീതിയിലുള്ള തന്നെ ആണോ എന്നല്ല, ചിലപ്പം ആദ്യ വിവാഹത്തിലായിരിക്കും, പ്രായം കൂടിയവരായിരിക്കും, കുറഞ്ഞവരായിരിക്കും. അപ്പോൾ ആ ആലോചനകളെല്ലാം നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടക്കുക ഇതൊരു സഹായമാവുകയാണെങ്കിൽ ആകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, തുടർന്നുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം കോൺടാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക, തിരിച്ച് കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ. ഞാനിവിടെ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം എടുത്ത് പറയാൻ വിട്ടുപോയിട്ടുള്ളതല്ല. കാരണം അവർക്ക് പ്രാധാന്യം വിദ്യാഭ്യാസത്തേക്കാളുപരി അവരുടെ മകളെ, പ്രത്യേകിച്ച് അമ്മയ്ക്ക്, സഹോദരങ്ങൾക്ക് അവരുടെ സഹോദരി അല്ലെങ്കിൽ മകളെ നോക്കുന്ന നല്ലൊരു ആൺകുട്ടി, നല്ലൊരു കുടുംബത്തിൽ നിന്നുള്ള ഒരു ആൺകുട്ടി ആയിരിക്കണം എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. ജാതക പൊരുത്തത്തിലൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ വേണ്ടിയിട്ട്